സ്റ്റോപ്പ് വാച്ചിങ് സ്മാർട്ട് ഫോൺ റിവ്യൂസ്. നിങ്ങൾ ഞെട്ടേണ്ട കാര്യമില്ല, കൺഫ്യൂഷനും വേണ്ട, നിങ്ങളതിനെ തെറിയും വിളിക്കേണ്ട, ഞാൻ ക്ലിയർ ആക്കി തരാം. അതായത് ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാനായിട്ട് യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റിവ്യൂസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് മലയാളത്തിൽ കാണാം, തെലുങ്കിൽ കാണാം, തമിഴിൽ കാണാം, ഹിന്ദിയിൽ കാണാം, ഇംഗ്ലീഷിൽ കാണാം. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഒരു യൂട്യൂബർ ഇട്ട ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ കണ്ട് നിങ്ങൾ ഫോൺ വാങ്ങരുത്. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കി തരാം. ഈവൻ ഞാൻ ഇട്ടാൽ തന്നെ നിങ്ങൾ വാങ്ങരുത്. ഒരു യൂട്യൂബറിന് എങ്ങനെ പോയാലും ഒരു ഫോൺ മാത്രമായിട്ടായിരിക്കില്ല റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്നത്. പല കമ്പനികൾ പല ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് പല തരത്തിൽ പല ഫോണുകളായിട്ട് വരും. ഒരു ഫോണിൻ്റെ മിനിമം ഒരു ആവറേജ് റിവ്യൂ ഇടാനായിട്ട് എങ്ങനെ പോയാലും ഒരു മാസം എടുക്കും. പിന്നെ എങ്ങനെയാണ് പല ചാനലുകളിലും നമ്മൾ നോക്കുന്ന സമയത്ത് 2-3 സ്മാർട്ട് ഫോൺ റിവ്യൂസ് ഒരു മാസത്തിൽ വരുന്നത്? എന്തോ ഒരു ഓടായിട്ട് ഫീൽ ചെയ്യൂലേ? അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം, അവർക്ക് മാസങ്ങൾക്ക് മുന്നേ ഫോൺ കൊടുത്തതായിരിക്കും. എങ്ങനെയാണ് ഒരു PR ഏജൻസി വർക്ക് ആവുന്നതെന്നും എങ്ങനെയാണ് കമ്പനികൾ നമുക്ക് ഫോൺ അയച്ചു തരുന്നതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. പൊതുവെ ഫോണുകൾ അയച്ചു തരിക എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം മുന്നേക്ക് ആയിരിക്കും. എന്നിട്ട് അതിനനുസരിച്ച് പ്രഷറും കാണും വീഡിയോ ഇടാനായിട്ട്. നിങ്ങൾ എന്തുകൊണ്ട് യൂട്യൂബേഴ്സിന്റെ റിവ്യൂ കണ്ട് ഫോൺ വാങ്ങരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സിന് ഫോണുകൾ കിട്ടുക ഒന്നിൽ ചൈനീസ് യൂണിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് സെറ്റിന്റെ അകത്തുനിന്നുള്ള യൂണിറ്റ് ആയിരിക്കും. ഈ ഒരു ഫോണുകളൊക്കെ പൊതുവെ കംപ്ലൈൻറ്റ്സ് തീരെ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കൺസ്യൂമർ യൂണിറ്റ് വാങ്ങുന്നതും റിവ്യൂ യൂണിറ്റിനും നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത്രയും പറഞ്ഞ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇവന്റെ കഞ്ഞിൽ തന്നെ പാറ്റിയിടാണോ എന്നുള്ളത്. അല്ല, കറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഒരു യൂട്യൂബർ ഒരു റിവ്യൂ വീഡിയോയിലൂടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഫോണിന്റെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്ത് തരുന്നു. അതിനർത്ഥം ഒരിക്കലും നിങ്ങൾക്ക് ആ ഫോൺ വാങ്ങാൻ റെക്കമെൻഡ് ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ നിങ്ങളടുത്ത് കണ്ണും പൂട്ടി വാങ്ങിച്ചോളാൻ പറയുന്നു എന്നുള്ളതല്ല. അവർക്ക് കിട്ടുന്ന ഫോണിനെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്തതിന് ശേഷം വളരെ മിനിമൽ ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു. അതേപോലെ ആയിരിക്കില്ല ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നിങ്ങൾ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് 100 കണക്കിന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും 1000 കണക്കിന് മെസ്സേജുകൾ വരുന്ന സമയത്തും ഇഷ്ടംപോലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഉള്ള അവസ്ഥ. അതേപോലെ തന്നെ ഒരു യൂട്യൂബറിന് അതിനനുസരിച്ച് പ്രഷറും ഉണ്ട്. ഒരു ഫോണിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും അവർ അയച്ചു കൊടുക്കില്ല, അല്ലെങ്കിൽ കമ്പനി അയച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുവിധമൊക്കെ ഷുഗർ കോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒപ്പിച്ച് വെച്ചാണ് പല സ്മാർട്ട് ഫോൺ റിവ്യൂസും വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്തിനാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങളുടെ എഫേർട്ടും ഉറപ്പായിട്ടും അതിനകത്ത് വേണം. നിങ്ങൾ ഉറപ്പായിട്ടും ആരുടെ റിവ്യൂ വേണോ കണ്ടോ, ആര് പറയുന്നത് വേണോ കേട്ടോളൂ. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും കുറച്ച് ചെക്ക് ലിസ്റ്റുകൾ ചെക്ക് ചെയ്തിരിക്കണം. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു ഫോൺ എടുക്കാൻ പോവാണെന്ന് കരുതാം. ഒരു റിവ്യൂവിൽ നിങ്ങൾ കണ്ടു, ഫോൺ അടിപൊളിയാണ്, പൊളപ്പനാണ്, കിടിലമാണ്, കണ്ണും പൊട്ടി എടുത്തോളാം. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ആവട്ടെ. എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു ഫോണിൻ്റെ അകത്ത് കൺസിഡർ ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ബാറ്ററി. എത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും കാര്യമില്ല, ബാറ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഫോൺ കൊണ്ട് ഒരു കാര്യമില്ല. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഫോണിനെടുത്ത് ചുമ്മാ ഓഫ് ചെയ്ത് വെച്ചിരിക്കാനാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതിനകത്ത് 4K ഡിസ്പ്ലേ ഉണ്ടെന്ന് പറഞ്ഞിട്ടും 16 GB റാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസസ്സർ ആണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാറ്ററി എപ്പോഴും കൺസിഡർ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് അതിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സും അതിനനുസരിച്ച് കൂടും. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് കൂടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ബാറ്ററിയും അതിനനുസരിച്ച് തിന്നും. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കുറവാണ് എന്നാൽ ഫീച്ചേഴ്സ് കൂടുതലുണ്ട് എന്ന് ഏതെങ്കിലും ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിവ്യൂവിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് കേൾക്കരുത്. നിങ്ങൾ ഉറപ്പായിട്ടും എന്താണ് ചെയ്യേണ്ടത്? ബാറ്ററി കപ്പാസിറ്റി കൂടിയ ഒരു ഫോൺ തന്നെ ചൂസ് ചെയ്യാം. രണ്ടാമത് 5G എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ചാടിപ്പോയി ഫോൺ എടുക്കൽ എല്ലാവരുടെയും ഒരു പരിപാടിയാണ്. ഇന്നത്തെ കാലത്ത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 4G പോലും നേരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത് നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ടത്, എത്ര രൂപയാണ് ഞാനൊരു ഫോണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. രണ്ടാമത് നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ടത്, എത്ര നാളത്തേക്കാണ് ഞാൻ ഈ ഒരു ഫോൺ കയ്യിൽ വെച്ചിരിക്കാൻ പോകുന്നത്. മൂന്നാമത് നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ടത്, എത്ര നാളാണ് ഈ ഫോൺ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിൽക്കാൻ ചാൻസ് ഉള്ളത്. ഇത് മൂന്നും ഒന്ന് മൊത്തത്തിൽ വന്ന് അനലൈസ് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഒരു 5Gയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോൺ ഇറങ്ങും, അതിൻ്റെ ഒരു 5G വേർഷനും കാണും, 5G അല്ലാത്ത വേർഷനും കാണും. ചിലപ്പോൾ 3000 രൂപ 4000 രൂപ ഡിഫറൻസും വന്നേക്കാം. ഈ സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് കേസ് എന്താണോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം.
ഇനി വേറൊരു കാര്യം, 5G എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് കയ്യെത്താ ദൂരത്ത് നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ്. കാര്യം നിങ്ങളിപ്പോൾ പത്തനംതിട്ട, നിങ്ങളിപ്പോൾ ആലപ്പുഴ ജില്ലക്കാരാണ്, മലപ്പുറം ജില്ലക്കാരാണ്, കണ്ണൂർ ജില്ലക്കാരാണ്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വീട്ടിലെ ലൊക്കാലിറ്റിയിലേക്ക് 5G എന്ന് വരും, എന്ന് വന്നേക്കാം എന്ന് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈവൻ ട്രിവാൻഡ്രം സിറ്റിക്കകത്തിരിക്കുന്ന എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല എന്ന് ഇവിടെ 5G വന്നേക്കാം എന്നുള്ള കാര്യം. 4Gയിൽ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ മാത്രമാണ് നമ്മുടെ എന്റർടൈൻമെന്റ് മേഖലയിലും എല്ലാം വന്നിട്ടുള്ളൂ. അപ്പോൾ 5G എന്ന് പറയുന്നത് ഒരു വലിയൊരു ജമ്പാണ്. എന്നാൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന എല്ലാ ഫോണുകളും നോക്കിക്കഴിഞ്ഞാൽ 5G ആണ്. അപ്പോൾ ഇനി നമ്മുടെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ളൊരു ഭാഗത്തേക്ക് വരാം. മെഗാ പിക്സൽ ഭയങ്കരമായിട്ടൊരു കോൺട്രവേഴ്സി നൽകുന്ന ഒരു സംഭവമാണ്. പല ഫോണുകളും 200 മെഗാ പിക്സൽ, 400 മെഗാ പിക്സൽ. പൊതുവേ നമ്മൾ സ്പെക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് നോക്കുന്നത്? കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഫോണിന് ആകെ 120 മെഗാ പിക്സലേ ഉള്ളൂ, ഈ ഫോണിന് 150 മെഗാ പിക്സൽ ഉണ്ട്, ഈ ഫോണിന് 200 മെഗാ പിക്സൽ ഉണ്ട്. ശരിക്കും അങ്ങനെയല്ല നോക്കാനുള്ളത്. ഒരു ഫോണിൻ്റെ ഫോട്ടോ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇമേജ് പ്രോസസ്സിങ്ങിലാണ് ഇരിക്കുന്നത്, അതായത് അതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ടിലാണ് ഇരിക്കുന്നത്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഒരു കൊളാബറേഷൻ, ഒരു ലവ്. ആ ഒരു ലവ് മേക്കിങ്ങിലാണ് ഏറ്റവും ബെസ്റ്റ് പിക്ചർ വരുന്നത്. അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീണ്ടും യൂട്യൂബേഴ്സിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. അവരെടുത്തിട്ടുള്ള ഫോട്ടോസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവർ നമുക്ക് തരുന്ന ഫോട്ടോസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി വിലയിരുത്തേണ്ടതാണ്. ഇനി വേറൊരു ടിപ്പ് തരാം, എല്ലാ യൂട്യൂബറും നല്ല രീതിക്ക് ഫോട്ടോ എടുക്കൂല എന്നുള്ള കാര്യവും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അടുത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് UI, അതായത് അല്ലെങ്കിൽ OS. ഇപ്പോൾ നമുക്കറിയാം പല ഫോണുകളിലും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട്, അതായത് നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത 100 ആപ്ലിക്കേഷൻസ് അവർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യും. 256 GB ഇന്റർണൽ സ്റ്റോറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് 56 GB അവന്മാർ കൊണ്ടുപോകും, ബാക്കി 200 GB ആണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? അതും പറ്റൂല. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നിങ്ങൾ ഫോൺ വാങ്ങി കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ബ്ലോട്ട്വേഴ്സ് ഉള്ള UI ഉള്ള ഫോൺ വാങ്ങരുത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ മിനിമലായിട്ട്, വളരെ ചെറിയ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെയുള്ള ഫോണുകൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. അവരവിടെ ഇവിടെയൊക്കെ അറിയാണ്ട് ടച്ച് ചെയ്ത് മൊത്തത്തിൽ ലോക്കായി പോയിരിക്കത്തൊന്നുമില്ല. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്, ആളുകൾ മൊത്തം പല ബ്ലോട്ട്വെയറുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ബ്രാൻഡുകൾ വാങ്ങിച്ചു കൊടുക്കും, അവസാനം ഭയങ്കര പ്രശ്നമാവും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള UI ഉള്ള ഫോണുകളാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള UI ഉള്ള ഫോണുകൾ അത് യൂസ് ചെയ്യാനും ഒരു പ്രത്യേക സുഖമാണ്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിരിക്കാം. ഇനിയും നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്, അതായത് സ്റ്റോപ്പ് വാച്ചിങ് സ്മാർട്ട് ഫോൺ റിവ്യൂസ് എന്ന്. നിങ്ങൾ സ്മാർട്ട് ഫോൺ റിവ്യൂകളെ കാണുന്ന രീതി മാറ്റണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ണും പൂട്ടിപ്പോയി ഫോൺ വാങ്ങാം എന്നുള്ളതിൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ അല്ല തരുന്നത്. അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ കൂട്ടുകാർ യൂസ് ചെയ്യുന്നത്. ഓരോ ആൾക്കാർക്കും യൂസ് ചെയ്യുന്ന രീതിയും വളരെ വളരെ വ്യത്യസ്തമായിട്ടിരിക്കും. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാഷ്വൽ അല്ലെങ്കിൽ ഹൈ ഗ്രാഫിക്സ് ഗെയിംസ് കാണുമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കേട്ട് തല പുകഞ്ഞിരിക്കുമല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നതായിരിക്കും. ബൈ.